ഒരു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമാണ്. അതായത് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് മാത്രമാണ് ഈ പറയുന്ന ഒരു പ്രോഗ്രാം എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. മലയാളത്തിൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേരളത്തിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെ പുറകെ പോയിരുന്നെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ടൈമിനൊക്കെ ആയതുകൊണ്ട് ഒരു കംഫർട്ട് സോണാണ് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടും ജോർജിയ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയല്ലേ. ഹായ്, ഞാൻ മാത്യു. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ BSc നഴ്സിംഗ് സെക്കൻഡ് സെമിസ്റ്റർ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും സ്റ്റഡി അബ്രോഡ് എന്നൊരു കാര്യത്തിൽ പാരൻസിനാണേലും സ്റ്റുഡൻസിനാണേലും വരുന്നൊരു കൺഫ്യൂഷനാണ് ഏത് കൺട്രി ചൂസ് ചെയ്യണം. പ്രത്യേകിച്ച് നഴ്സിംഗ് എന്ന പ്രോഗ്രാമിന് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് ഏതൊരു കൺട്രി ചൂസ് ചെയ്യണം എന്നുള്ളതിന്. എല്ലാവരും ആദ്യമേ ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജിൻ്റെ കാര്യം. അതായത് ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ഈ പറയുന്ന മാസം കിട്ടുന്ന ഒരു സ്റ്റൈഫൻഡാണ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും അതിലേക്ക് ആദ്യം ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ അതിലേക്ക് എത്തിപ്പറ്റാനുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് B2 ലെവൽ ഓഫ് ജർമ്മൻ ലാംഗ്വേജ് ആണ്. അത് കിട്ടുമ്പോഴത്തേക്കും വലിയൊരു സമയം വരും. അത് കിട്ടിക്കഴിഞ്ഞാലും ഇനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള റിയാലിറ്റീസ് ആരും അധികം ചിന്തിക്കുന്നില്ല. വളരെ പ്രധാനമായിട്ട് പറയണമെങ്കിൽ ഒരു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമാണ്. അതായത് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് മാത്രമാണ് ഈ പറയുന്ന ഒരു പ്രോഗ്രാം എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. അതുമാത്രമല്ല ഇത് പഠിക്കുന്നത് അവരുടെ ജർമ്മൻ ലാംഗ്വേജിൽ തന്നെയാണ്. ആഫ്റ്റർ ഈ കോഴ്സിന് ശേഷം നമ്മൾ എവിടെ ഒരു ജോബിൻ്റെ കാര്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ നഴ്സിംഗ് വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് നോക്കണമെങ്കിൽ ഈ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്ന കൺട്രീസിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നതിനെക്കുറിച്ചും ആദ്യം അധികം അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. അതാണ് പലപ്പോഴും പറ്റിപ്പോകുന്ന വലിയൊരു പ്രശ്നം. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഈ C1 ലെവൽ വരെ ചോദിക്കുന്നുണ്ടെന്നാണ് പല പിള്ളേരോടും ചോദിച്ചപ്പോൾ അറിഞ്ഞത്. പക്ഷേ ജോർജിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോർജിയയിൽ വരുന്നത് ഒരു പ്രോപ്പർ BSc നഴ്സിംഗ് പ്രോഗ്രാമാണ്. അതായത് പ്രോപ്പർ ഡിഗ്രിയാണ്, 4 വർഷത്തെ കോഴ്സ്. 4 വർഷത്തിന് ശേഷം ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണേലും, അതായത് UK, യൂറോപ്യൻ കൺട്രീസിൽ എവിടെയാണെങ്കിൽ പോലും നമുക്ക് ഇതിന് ശേഷം മൈഗ്രേറ്റ് ചെയ്യാനുള്ളൊരു വലിയ ഓപ്ഷനുണ്ട്. പക്ഷേ ജർമ്മൻ ലാംഗ്വേജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്ന കൺട്രീസിലേക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇത് മെയിനായിട്ടുള്ളത് ഒരു BSc നഴ്സിംഗ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൻ്റെ വാലിഡ് സർട്ടിഫിക്കറ്റ് ആണോ നോക്കണം, എവിടേക്ക് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് നോക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുക്കുമ്പോൾ ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാനെടുത്ത ഒരു ബെറ്റർ ഓപ്ഷനാണെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട്. കാരണം ഇല്ലായിരുന്നെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെ പുറകെ പോയിരുന്നെങ്കിൽ ജർമ്മൻ എന്ന് ഞാൻ ട്രൈ ചെയ്തതാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പ്രകാരം BSc നഴ്സിംഗ് ആണ് ബെറ്റർ ഓപ്ഷൻ. ഈ ജർമ്മൻ ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന് ശേഷം നമ്മുടെ അവിടെ എത്തിപ്പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ക്രൈറ്റീരിയ തന്നെയാണ്. അവിടെ എത്തിപ്പറ്റിയതിന് ശേഷമുള്ള ഈ ഒരു ലാംഗ്വേജും കൂടെ പഠിച്ച് കഴിഞ്ഞ് ഈ ലാംഗ്വേജിൽ തന്നെ ആ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളൊരു ജോലി കാര്യങ്ങൾക്ക് പോകുമ്പോൾ വേറെ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നൊരു സ്കീം വരുമ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചപ്പോൾ അതൊരു ബെറ്റർ ഓപ്ഷൻ അല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ജോർജിയനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവിടുത്തെ നഴ്സിംഗ് പ്രോഗ്രാം പ്രോപ്പർ ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസ് വരുന്നില്ല. വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇത് നമുക്ക് ഒരു കണ്ടിന്യൂസ് ചെയ്ത് പോകാനൊരു ബുദ്ധിമുട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. അതുമാത്രമല്ല, നാട്ടിലാണെങ്കിൽ പോലും BSc നഴ്സിംഗ് പ്രോഗ്രാം നമുക്ക് വരുന്നത് 4 വർഷത്തെയാണ്. അതേപോലെ തന്നെ ഇവിടെയും 4 വർഷം, അതായത് നാട്ടിൽ ചെയ്യുന്ന അതേ ഒരു BSc നഴ്സിംഗ് പ്രോഗ്രാം നമ്മളിവിടെ വന്നിട്ട് ഒരു അബ്രോഡ് ഫീൽഡ്, അതായത് ഒരു യൂറോപ്യൻ ടച്ചിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഓപ്ഷനാണ്, ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് ഇവിടുത്തെ ക്ലാസ്സസ് ആകെ നമുക്ക് ആഴ്ചയിൽ എല്ലാ ദിവസമൊന്നും ക്ലാസ് വരുന്നില്ല. വരുന്നതാണെങ്കിൽ പോലും ജസ്റ്റ് 1-2 മണിക്കൂർ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു 3-4 ദിവസം ക്ലാസ് ഉണ്ടാവും. ആ 4 ദിവസത്തിൽ ഒരു ദിവസം 2 മണിക്കൂർ കൂടി 2 ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു 2-4 മണിക്കൂർ. അതും അവരവരുടെ ടൈം, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ടൈമിനൊക്കെ ആയതുകൊണ്ട് ഒരു കംഫർട്ട് സോണാണ് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിലായതുകൊണ്ട് വേറൊരു ലാംഗ്വേജിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ആക്ച്വലി ഞാൻ ജർമ്മൻ ട്രൈ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ എല്ലാ വാക്കുകളൊന്നും മാറി മാറി പഠിക്കേണ്ട, എല്ലാം ഇംഗ്ലീഷിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞതിന് ശേഷം എന്താണെങ്കിലും ഈ പറയുന്ന കുറച്ച് കൺട്രീസിൽ മാത്രം, അതായത് ജർമ്മൻ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്ന കൺട്രീസിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ഇതുവരെ അറിഞ്ഞിരിക്കുന്നത്. മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് BSc നഴ്സിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഫ്റ്റർ കോഴ്സ് നമുക്ക് ഏത് കൺട്രീസിൽ വേണേലും പോവാം, ഏത് കൺട്രീസിൽ വേണേലും പോയി വർക്ക് ചെയ്യാം എന്നുള്ളത് തന്നെ. ഇപ്പോൾ ഒന്നുമില്ല, ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യുന്നത് പൊതുവേ അങ്ങനെ ആരും ചിന്തിക്കാറില്ല. തിരിച്ച് നാട്ടിൽ തന്നെ പോയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ചെന്നിട്ട് നഴ്സിംഗ് ചെയ്യണം എന്ന് ആരും തന്നെ ചിന്തിക്കാറില്ല. പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ പോലും നമ്മുടെ നാട്ടിൽ പോയിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ മലയാളത്തിലാണ്, ഇപ്പോൾ നമ്മൾ നിന്നത് മലയാളത്തിൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേരളത്തിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. ഈ ഒരു പ്രോസസ്സാണ് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു കേസിൽ വരുന്നത്. ഇപ്പോൾ ജോർജിയയിൽ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും വന്നേക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് ഒന്ന് ട്രൈ ചെയ്തേക്കുന്നവരാണ്. ഇവിടെ വന്നേക്കുന്ന പലരും ഞാൻ കണ്ടേക്കുന്ന ഇപ്പോൾ ക്ലാസ്സിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ മലയാളി പിള്ളേരെയൊക്കെ കാണുകയാണെങ്കിൽ അവരോട് സംസാരിക്കും, അവർ പറയുന്നത് ജർമ്മൻ കഴിഞ്ഞതാണ്, ജർമ്മൻ പഠിച്ചിട്ടുണ്ട്.
പക്ഷെ കിട്ടിയില്ല എന്നൊരു ഓപ്ഷൻ എടുത്തതിന് ശേഷം മാറി ഇങ്ങോട്ടേക്ക് വന്നേക്കുന്ന ഒരുപാട് പിള്ളേരെയാണ് കണ്ടിരിക്കുന്നത്. സോ എന്തുകൊണ്ടും ജോർജിയ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയല്ലേ? ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. പലർക്കും ഇതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഈ ഒരു വീഡിയോയിൽ നിന്നും ക്ലാരിഫൈ ആയി എന്ന് വിശ്വസിക്കുന്നു. അബ്രോഡ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. കാരണം ഒന്ന് മുന്നോട്ട് കാല് വെച്ചാൽ പിന്നെ പിന്നോട്ട് എടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു റിസ്ക് ഉള്ള ഫാക്ടറാണ്. മുന്നോട്ട് വെക്കുന്നതും പിന്നോട്ട് വെക്കുന്നതാണേലും റിസ്ക് ഉള്ള ഫാക്ടറാണ്. സോ പാരൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും നല്ലോണം ആലോചിച്ചതിന് മാത്രം ഒരു തീരുമാനം എടുക്കുക. കാരണം ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളൊരു മെയിൻ ഘടകമാണ്. താങ്ക് യു.